ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട് ഏവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിസ്റ്റിനെ ഇന്നായിരുന്നു തീരുമാനിക്കുന്നത്. അവസാന സൂപ്പർ 8 മത്സരത്തില് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഇന്ന് വിജയിക്കുന്ന ടീം നേരിട്ട് സെമിയിലോട്ട് കടക്കും, തോക്കുന്നവർ പുറത്തോട്ടും എന്നുള്ള ഒരു മരണക്കളിയിലാണ് ഇന്ന് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ ഏറ്റുമുട്ടിയത്. കടലാസിനെ ശരിക്കും പറഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിന് തന്നെയായിരുന്നു മുൻതൂക്കം. അവരുടെ ടീമും വിന്നിങ്ങും എല്ലാം അതിന് കിടപിടിക്കുന്നതായിരുന്നു. ഇന്ത്യ മോശമാണെന്നല്ല, ഇന്ത്യക്ക് ഭയങ്കര സമ്മർദ്ദമായിരുന്നു. ഇന്ത്യയിൽ വെച്ചുള്ള കളിയാണ് എല്ലാം. ഇന്ത്യക്ക് ഭയങ്കര ടെൻഷനും സമ്മർദ്ദത്തിലാണ് ഇന്ത്യ കളിക്കാൻ ഇറങ്ങിയത്. ഇന്ത്യക്ക് ജീവൻ മരണ പോരാട്ടം മാത്രമല്ലായിരുന്നു, നമ്മുടെ കേരള താരം സഞ്ജു സാംസന്റെയും ഒരു മരണക്കളി തന്നെയായിരുന്നു ഇന്ന്. കാരണം ഇന്ന് വിജയിച്ചാൽ, സഞ്ജുവും ഇന്ത്യയും വിജയിച്ചാൽ സഞ്ജുവിന് ഇനിയുള്ള T20 ടൂർണമെന്റുകളിൽ ഇന്ത്യക്ക് വേണ്ടി ജേഴ്സി അണിയാൻ പറ്റും. അല്ലെങ്കിൽ ഇതോടെ സഞ്ജുവിന്റെ ഇന്ത്യക്ക് വേണ്ടിയുള്ള കരിയർ ഇവിടെ അവസാനിക്കും. അതിനൊരു മാറ്റവും ഇല്ല. അങ്ങനെയുള്ള ഒരു കളിയിലാണ് ഇന്ന് സഞ്ജു ഇന്ത്യനെ 5 വിക്കറ്റിന്റെ മികച്ച വിജയത്തിലോട്ട് എത്തിക്കാൻ സഞ്ജുവിന്റെ ഒറ്റയാൾ പ്രകടനമാണ് അതിന് സഹായിച്ചത് എന്ന് പറയുന്നതിൽ എന്താ മോനെ പ്രകടനം, ഇതായിരിക്കണം പ്രകടനം. ഇങ്ങനെയാണ് കളിക്കേണ്ടത്. കാരണം ഇന്ത്യക്ക് ആവശ്യമുള്ള സമയം ഇന്നത്തെ കളിയായിരുന്നു. ആ കളിയിൽ എന്താ ശരിക്കും പറഞ്ഞ രോമാഞ്ചം വന്ന രീതിയിലായിരുന്നു പ്രകടനം. അവസാനമായപ്പോഴാണ് ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ബാറ്റ് ചെയ്യുമ്പോൾ ടെൻഷനാണ്. എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ടെൻഷൻ സച്ചിൻ ബാറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സച്ചിൻ ഔട്ട് ആകുന്നവരെ ടെൻഷനായിരുന്നു. അതേ ഒരു അവസ്ഥയാണ് സഞ്ജു ബാറ്റ് ചെയ്യുമ്പോൾ. ടെൻഷനോട് ടെൻഷനാണ്. കാരണം കളി കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അദ്ദേഹത്തിന്റെ ബോൾ അടിച്ചിട്ട് പൊങ്ങുമ്പോഴേ പേടിയാണ്. 4 ഒക്കെ ആണെങ്കിൽ, സിംഗിൾ ഡബിൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. 6 അടിക്കുമ്പോൾ ടെൻഷനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കളിയിൽ ഇന്ന് സഞ്ജു ജയിപ്പിച്ചാൽ മാത്രമേ സഞ്ജുവിന് ഒരു നിലനിൽപ്പുള്ളൂ. ഇന്ത്യക്കും ഇന്ന് ജീവൻ മരണ പോരാട്ടത്തിൽ ശരിക്കു പറഞ്ഞാൽ മുന്നിൽ നിന്ന് തന്നെ സഞ്ജു ഇന്ത്യനെ മുന്നോട്ട് കൊണ്ടുപോയി. സ്വന്തം ചുമലിൽ ഒറ്റയാൾ പ്രകടനം എന്ന് പറഞ്ഞ ഒറ്റയാൾ പ്രകടനം തന്നെയായിരുന്നു. മികച്ച പ്രകടനത്തിലൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാർ ആകുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കളികളിൽ ഇന്ത്യക്ക് അത്രയ്ക്ക് മരണക്കളിയാണ്. ജീവമരണ പോരാട്ടത്തിൽ ഇങ്ങനെയുള്ള കളികളിൽ ഇങ്ങനത്തെ ഇന്നിങ്സ് കളിച്ചാൽ മാത്രമേ ഒരു സ്റ്റാർ ആവുള്ളൂ. അങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുകയാണ് സഞ്ജു. കാരണം ആരാധകരുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ ഇപ്പം ഏറ്റവും മുമ്പിൽ നമ്മുടെ സഞ്ജു സാംസൺ തന്നെയാണ്. അതിനെ ആരാധകരെ എല്ലാരെയും സന്തോഷത്തിലാക്കി ഇന്ത്യനെ സ്വന്തം ചുമലിൽ ഒറ്റയാൻ പ്രകടനത്തിലൂടെ വിജയത്തിലോട്ട് എത്തിച്ച സഞ്ജുവിന് ഒരു ഭയങ്കര കയ്യടി കൊടുക്കാണ്ടിരിക്കാൻ വയ്യ. 50 ബോളിലാണ് 97 റൺസ് എന്ന ഒരു മികച്ച റണ്ണ് ഒരു ശരിക്കും പറഞ്ഞാല് ഒരു ടീം മാൻ ആയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ സഞ്ജു സെഞ്ചുറി അടിച്ചാന്. കാരണം സഞ്ജു ആദ്യം തുടക്കത്തിൽ 10 ബോളിൽ 20 ബോളിൽ 40, അതുപോലെ തന്നെ 25 ബോളിൽ 50 റൺസ് പെട്ടെന്ന് സ്കോർ ചെയ്ത ആളാണ്. അതിനുശേഷം സഞ്ജുവിന്റെ ടീം മാനേജ്മെന്റും അതേപോലെ തന്നെ ക്യാപ്റ്റന്റെ നിർദ്ദേശപ്രകാരമാണ് സഞ്ജു മെല്ലെപ്പോക്കായത്. മെല്ലെപ്പോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ, സിംഗിളുകളും ഡബിളുകളും 4കളും. കാരണം ഉയർത്തി അടിക്കാനോ അനാവശ്യ ഷോട്ടിനോ ശ്രമിച്ചിട്ടില്ല. കാരണം ഇനി നമ്മുടെ ഇഷാൻ കിഷനും നമ്മുടെ അഭിഷേക് ശർമ്മയും പെട്ടെന്ന് പുറത്തായതാണ് സഞ്ജുവിന് അങ്ങനത്തെ ഒരു മെല്ലെ പോകേണ്ട ഒരവസ്ഥ വന്നു. സ്ട്രൈക്ക് റേറ്റോ അല്ലെങ്കിൽ ശരാശരിയിലോ താഴോട്ട് പോയില്ല. ബോൾ അങ്ങനെ തിന്നുന്നൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. കാരണം ക്യാപ്റ്റന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു, നീയാണ് ജയിപ്പിക്കേണ്ടത്, നിന്റെ ചുമലിലാണ്. വെറുതെ നിനക്കിപ്പം ഇന്നത്തെ കളിയിൽ നീ അത്രയ്ക്ക് പവറാണ്, നിനക്ക് അതിന് കഴിയും, അതുകൊണ്ട് നീ മെല്ലെ കൊണ്ടുപോയി വിജയിപ്പിക്കുക എന്നുള്ള ചുമതല സഞ്ജുവിനെ ഏൽപ്പിച്ചു. അത് കൃത്യമായിട്ട് സഞ്ജു നിർവഹിച്ചു എന്നുള്ളതാണ്. ഇന്നത് സഞ്ജു സ്വന്തം ചുമലിൽ ഒരു ആത്മവിശ്വാസത്തോടെ ഇന്നത്തെ കളിയിൽ സഞ്ജുവിനെ കാണാൻ കഴിയുന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ സഞ്ജുവിന് ഇന്ന് വിജയമായിരുന്നു മുഖ്യം. സെഞ്ചുറി എന്നല്ല, ഡബിൾ സെഞ്ചുറി അടിച്ചതിനേക്കാളും ഒരു ചാരിതാർത്ഥ്യത്തോടെ സന്തോഷത്തോടെയാണ് സഞ്ജു ആ മുട്ടുകുത്തി നിന്ന് ഇങ്ങനെ കൈ വിരിച്ച് ഇങ്ങനെ ആ പ്രാർത്ഥിക്കുന്ന സീനൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഒരു എന്താ പറയാ, ഇന്ത്യനെ സെമിയില്, ലോകകപ്പിന്റെ സെമിയിലോട്ട് എത്തിച്ചതാണ്. ഇന്നത്തെ കളിയിൽ ആരാണോ അങ്ങനത്തെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അവര് സ്റ്റാർ തന്നെയാണ്. അവരിനി ഇന്ത്യയുടെ അത്രയ്ക്ക് ഇന്ത്യനെ എന്ത് പറയാ, അവനെ നമ്മൾ തലയിൽ വെച്ചോണ്ട് പോകും. ആ ഒരു മൂമെന്റിലാണ് നമ്മുടെ സഞ്ജു തന്നെ അത് ചെയ്തതിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമാണ്. അപ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് നിശ്ചിത 20 ഓവറിൽ 195 റൺസാണ് എടുത്തത്. അവർക്ക് വേണ്ടി ജേസ് 40 റണ്ണ്, അവരെ പിന്നെ ഹേറ്റ്മേയർ അടിപൊളിയായിട്ട് 27 എന്നിങ്ങനെ
അതുപോലെ ഹോൾഡർ 37, പവല് 34 എന്നിങ്ങനെയാണ് അവരുടെ 195 റൺസ്. ഇന്ത്യൻ നിരയിൽ അവരുടെ 4 വിക്കറ്റേ പോയിട്ടുള്ളൂ 20 ഓവറിൽ. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഭിഷേക് ശർമ്മ 10 റൺസാണ് 11 ബോളിൽ എടുത്തത്. പിന്നെ ഇഷാന്ത് ശർമ്മ 6 ബോളിൽ 10, 16 ബോളിൽ 18 സൂര്യകുമാർ യാദവ്, 15 ബോളിൽ 27 തിലക് വർമ്മ, 14 ബോളിൽ 17 ഹാർദിക് പാണ്ഡെ, 4 ബോളിൽ 8 റൺസ് നമ്മുടെ ശിവൻ ദുബെ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ സഞ്ജുവിന്റെ ഒറ്റയാൻ പ്രകടനം മാത്രമാണ്. 50 ബോളിലാണ് 97 റൺസ് എന്ന് വെച്ചാല് 10 ഓവർ പോലും എടുത്തിട്ടില്ല. 8 ഓവറിലാണ് സഞ്ജുവിന്റെ ഈ 90-ന് മേളിലുള്ള റൺസ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ ജയിച്ചത്, അല്ലെങ്കിൽ തോറ്റു തുന്നമ്പാടി. അപ്പോ സൂപ്പർ സ്റ്റാറായ സഞ്ജുവും ഇന്ത്യനെ 5 വിക്കറ്റിന്റെ മികച്ച വിജയത്തോടെ ഇന്ത്യ സെമിയിലെത്തിയിട്ടുണ്ട്, വെസ്റ്റ് ഇൻഡീസിനെ തകർത്ത്. അപ്പൊ നല്ലൊരു കളിയും ഇത് കാണാൻ സാധിച്ച സഞ്ജുവിന്റെ നല്ലൊരു ഇന്നിങ്സും കാണാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും കാര്യം നിങ്ങൾ ഒന്നും പരിഗണിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.